പണിക്കൊക്കെ പോയത്. ഞങ്ങളുടെ കുട്ടി ഒരു തെറ്റും ചെയ്തില്ല. അത് വെറുതെ പണ്ട് ഈ കുട്ടി ആ നഴ്സറി ടീച്ചറെയും കൊണ്ട് ഗുരുവായൂരൊക്കെ ചുറ്റിക്കറങ്ങിയത് നാട്ടിന് മുഴുവൻ പാട്ടായില്ലേ അമ്മായി? ഇല്ലേ അമ്മാമ്മേ? ചെറിയ തെറ്റല്ലേ പെങ്ങളെ? ഞങ്ങളെല്ലാരും അവന്റെ വേണ്ട വേണ്ട, മാനവും മര്യാദയ്ക്ക് നടക്കണ ആരെങ്കിലും പോലീസുകാർ കൊണ്ടുപോയിട്ട് ഉമ്മ വെക്കാറുണ്ടോ? ആട്ടെ, ഇതൊക്കെ പോട്ടെ, ഞാനിപ്പൊ എന്താ വേണ്ടേ? കാര്യപ്രാപ്തിയുള്ള ബന്ധുക്കളായിട്ട് ഞങ്ങൾക്ക് ആരുമില്ല. അവിടുന്ന് വേണ്ടത് ഉപദേശം തരണം. ഇത്രയും കാലം എന്റെ ഉപദേശം കേട്ടിട്ടല്ലല്ലോ നിങ്ങളുടെ കുട്ടി കഴിഞ്ഞത്. പെൺകുട്ടികളെ പഴപ്പിക്കാനും ശവം ചാക്കി കെട്ടി താത്താനും ഞാൻ പറഞ്ഞ. എന്റെ ഈശ്വര, എന്റെ കുട്ടി അതൊന്നും ചെയ്തിട്ടില്ല. അയ്യോ, അപ്പൊ കൊന്നത് ഇവനല്ലേ? ഞാൻ ആ ഹേമ ടീച്ചർ ശരിക്കും കണ്ടിട്ട് പോലുമില്ല മുതലാളി. ഏയ്, ശരിക്കും കാണാതെ എങ്ങനെയാ ആ ടീച്ചർ നിനക്ക് മിക്സി വാങ്ങി തന്നത്? വിവരിക്കണ്ട. നിരപരാധിയാന്ന് വെച്ചാ പോലീസിനോട് കാമാന്നൊരു അക്ഷരം പറയണ്ട. കണക്കുണാന്ന് വല്ലതും പറഞ്ഞ അവര് ചിലപ്പോ നിന്റെ മറ്റേ കാലും കൂടി തല്ലുപിടിക്കും. ഒരു കാല് തന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ടാ നിനക്ക് തന്നത്, മനസ്സിലായേ? നിങ്ങളുടെ കുട്ടി വളരെ നല്ലവനല്ല എന്ന് എനിക്കറിയാം. ഇങ്ങോട്ട് വന്ന വഴി ഓർമ്മയുണ്ടല്ലോ? നടക്കാൻ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടാ? ദേ, നിന്നോടാ ചോദിച്ചേ? ഇല്ല. എന്നാ പിന്നെ വന്ന വഴിക്ക് എന്നെ മടങ്ങിക്കോളൂ. ഇനി ഈ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. ആണ് വാഴൂലെന്ന് പറഞ്ഞത് ശരിയാവൂ എന്റെ ഭഗവാനെ? അങ്ങനെ വല്ലതും ഉണ്ടായ നമുക്കെല്ലാവർക്കും കൂടെ കുറച്ച് വേഷം വാങ്ങി അങ്ങോട്ട് കഴിക്കാം. ആരുമില്ലേ ഇവിടെ? അല്ല, ഇത് ആരാ വന്നിരിക്കണേ? കയറിയിരിക്കും രാമൻകുട്ടിയാരെ. അവൻ എവിടെ? നാരായണൻകുട്ടി ഇവിടെ ഒളിച്ചിരിക്കായിരുന്നോ? ഇവിടുന്ന് പുറപ്പെട്ടെങ്കിലും അങ്ങോട്ട് എത്താൻ കഴിഞ്ഞില്ല. അതൊന്നും ഇപ്പൊ വിസ്തരിക്കണ്ട, ഒക്കെ അറിഞ്ഞിട്ടാ വരുന്നത്. ഒരു കുറ്റവും ചെയ്യാത്ത ഞങ്ങളുടെ കുട്ടിയെ പോലീസ് നയന്റെ തന്റെ പിടിയുടെ മുമ്പിൽ വന്നത്. ആർക്കാ അതൊക്കെ അറിയാ രാമൻകുട്ടി നായരെ? കേസും ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല, അതാ സത്യം. സത്യാവസ്ഥയൊക്കെ നാട്ടുകാർ പറഞ്ഞറിഞ്ഞു. എന്ത് സത്യാവസ്ഥ? എന്ത് സത്യാവസ്ഥ നാട്ടുകാർ പറഞ്ഞത്? ഞാനത് എന്റെ നാവ് കൊണ്ട് പറയണോ? കേൾക്കാൻ അത്ര സുഖം ഉണ്ടാവും അത്? ശ്രീദേവി എന്തെങ്കിലും പറഞ്ഞോ? ശ്രീദേവിയുടെ കാര്യങ്ങളൊന്നും നീ ഇനി അന്വേഷിക്കണ്ട. ആ മോഹങ്ങളൊക്കെ അവസാനിപ്പിച്ചെന്ന് പറയാനാ ഞാനിവിടെ വന്നത്. എന്താ രാമൻകുട്ടി നായരെ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവര് തമ്മിൽ ഇഷ്ടമാണെന്നല്ലേ പറയണത്? ഇഷ്ടോ? കൊലക്കുറ്റത്തിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ നിങ്ങക്ക്? ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടല്ലോ, എന്താ ഉള്ള പേര്? ഓ, എന്റെ നാവുണ്ട്. ശ്രീദേവി. അവളോട് അന്വേഷിച്ച? സംശയമുള്ള എല്ലാവരോടും അന്വേഷിച്ചു. കൊന്നയാളിന്റെ ഉദ്ദേശം വ്യക്തമല്ല. കൊന്നവന്റെ ഉദ്ദേശമൊക്കെ എനിക്കറിയാം. ആരുടെ ഉദ്ദേശം എന്നാ പറഞ്ഞേ? ഞാൻ അതൊന്നും പറയില്ല എന്റെ സർക്കിൾ ഇൻസ്പെക്ടറെ. സർക്കിൾ ആയിട്ടില്ല, സബ് ഇൻസ്പെക്ടറാണ്. ആയിക്കോട്ടെ, ചത്തത് നമുക്ക് വേണ്ടപ്പെട്ട കുട്ടി, കൊന്നവനോ അതും നമുക്ക് വേണ്ടപ്പെട്ടവൻ. അവന് കൃത്രിമക്കാല് വെച്ചു കൊടുത്തതും കട വെച്ചു കൊടുത്തതും ഒക്കെ ഞാനാ. അവൻ എന്തിനായിരിക്കും ഹേമയെ കൊന്നത്? അത് അവനോട് ചോദിച്ചാലല്ലേ അറിയൂ. ഞാനൊന്നും പറയില്ല. എന്റെ എന്ത് ഇൻസ്പെക്ടർ പറഞ്ഞേ? സബ് ഇൻസ്പെക്ടർ. ഞങ്ങൾക്കും സംശയം അവനെ തന്നെയാ. പണ്ട് ഇവനാ ഹേമയുടെ കൂടെ ഗുരുവായൂർക്ക് ഒരു ട്രിപ്പ് അടിച്ചു, ഒരു അവിഹിത യാത്ര. പിന്നെ കേട്ടു മറ്റേ ടീച്ചറായിട്ട് പ്രേമാണെന്നോ, ആ ടീച്ചർ ഇവനൊരു മിക്സി കൊടുത്തു എന്നോ, മിക്സി അടിച്ചു എന്നോ. ഇവന് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ? അതൊക്കെ പോട്ടെ, നിങ്ങളൊരു കാര്യം ചെയ്യും, അവനെയും ആ ചാവാത്ത ടീച്ചറെയും കൂടി ഒരു പിടിപിടിച്ച സംഗതിയൊക്കെ വിളിച്ചത് വരും.
കരുതി ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടില്ലെന്ന്. എന്നെ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നതല്ലേ? എന്നെ കാണാതിരിക്കാൻ വേണ്ടിയാണ് ദേവി ജോലി രാജിവെച്ചെന്ന് എല്ലാരും പറയുന്നത്. ഞാനും കരുതി ദേവി എന്നെ വെറുത്തിട്ടുണ്ടാവുന്നു. കരയല്ലേ? ജോലി വേണ്ടെന്ന് വെച്ചു. അത് എനിക്ക് ഇഷ്ടമല്ല എന്നിട്ട് ഇന്നലെ ഞാൻ വന്നു. അപ്പോഴും കട തുറന്നിട്ടില്ല. ഇന്നിപ്പോ കുമാരേട്ടൻ പറയാ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന്. എന്താ കട തുറക്കാത്തത്? ഞാൻ പറഞ്ഞില്ലേ, മനസ്സിൽ പലതും ആലോചിച്ച് പെരുപ്പിച്ചു. ഒന്നിനും ഒരു താല്പര്യമില്ലാണ്ടായി. അതുകൊണ്ടാ കടയും കച്ചവടമൊക്കെ. ഇപ്പൊ സന്തോഷായില്ലേ? ഒരു കാര്യം കൂടി അറിയണോ എനിക്ക്. ഈ കൊലപാതകത്തിൽ എനിക്കും പങ്കുണ്ടെന്ന് ദേവി വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. സമാധാനായി. ഇനിയിപ്പോ ആരെന്ത് വേണേലും പറഞ്ഞോട്ടെ, നീ എന്റെ കൂടെ ഉണ്ടല്ലോ. എടാ, ഇവിടെ വന്നേ. ഇവിടെ വരാൻ. വണ്ടി തിരിച്ചിട്ട്. എന്താടി കണ്ണീര് കയ്യും? നിന്നെ പഠിപ്പിച്ചോവൻ? അനാവശ്യം പറയരുത്. കണ്ണി കണ്ട പെൺകുട്ടികളെ വളച്ച് ഗർഭമുണ്ടാക്കി കൊന്ന് ചാക്കി കെട്ടി താത്തിയിട്ട് ചൂടാവുന്നോടാ പാട്ടി. കേരള വണ്ടിയില്. ഈ മനുഷ്യൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല സാർ. ഇവൻ ചെയ്യുന്നൊക്കെ നിന്നോട് പറഞ്ഞിട്ടാ? ദേ പെണ്ണാണ്, പിടയ്ക്കരുത്. നിന്നെയും കൂടെ പ്രതി ചേർത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി നാവ് പിഴുതെടുക്കും. കേരള റാസ്കൾ. ദേവി, നീയാണോടാ നാരായണൻകുട്ടി? അതെ സാർ. നീയും ആ ഹേമയുമായിട്ട് എന്തായിരുന്നു ബന്ധം? ഒരു ബന്ധമില്ല സാർ. നീയല്ലേടാ അവൾക്ക് ഗർഭമുണ്ടാക്കിയത്? അയ്യോ അല്ല സാർ. അതിനല്ലേടാ നീ അവളെ കൊന്നത്? അറിയില്ല സാർ. പിന്നെ ആരാടാ കൊന്നത്? എനിക്കൊന്നും അറിയില്ല സാർ. അപ്പൊ കൊന്നത് നീയല്ല അല്ലേ? അല്ല സാർ. അപ്പൊ ചാക്കി പൊതിഞ്ഞ് പുഴയെ കെട്ടിത്താത്തിയതോ? എനിക്കൊന്നും അറിയില്ല സാർ. ഇത് നിന്റെ കടയിലെ ചാക്കല്ലേ? സൂക്ഷിച്ചു നോക്കടാ. പറയടാ. അതെ സാർ. നീ അറിയാതെ പിന്നെങ്ങനാടാ ഈ ചാക്കിനുള്ളിൽ ശവം വന്നത്? അത് ഞാനറിയാതെ മറ്റാരെങ്കിലും. ഇവിടെ വാ. ആരടേ മറ്റാരെങ്കിലും? പറയടാ. പറയടാ, ആരോടാ അവൻ? അപ്പുട്ടി, അപ്പുട്ടി. ഇന്നലെ എന്റെ ഇഷ്ടി അയക്കാഞ്ഞത്? യൂണിയൻകാര് സമ്മതിച്ചില്ല. ഏട്ടോ, യൂണിയൻകാരല്ലോ തന്റെ വീട്ടിന് ചെലവിന് കൊടുക്കുന്നത്.
ഞാൻ മാസാമാസം തനിക്ക് ആട്ടുംകാട്ടൊന്നുമല്ലോ പറക്കി തരണേ, കാശല്ലേ. ഒക്കെ ഞാൻ പറഞ്ഞതുപോലെ അങ്ങോട്ട് ചെയ്യാ. ശരി മുതലാളി. ആ ആരായി വന്നിരിക്കണേ? എന്തപ്പ ഇവർക്ക് കുടിക്കാൻ കൊടുക്കുക? താൻ പോയി 2 കരിക്കെടുത്തിട്ട് വച്ചല്ലേ. തന്റെ പേരെന്താ? അപ്പുക്കുട്ടൻ. ലാസർ മുതലാളിക്ക് അപ്പൂട്ടി എന്ന് പേരുള്ള ഒരു സഹായം ഉണ്ടോ? ഇതറിയാനാ ഇങ്ങോട്ട് വന്നത്. ഒരു സഹായി മാത്രമല്ല, അപ്പൂട്ടൻ, അപ്പി, അപ്പൻ, ഇങ്ങനെ 10-18 പേരുണ്ട് ഇവിടെ. ആ നാരായണൻകുട്ടിയുടെ കടയിലേക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന അപ്പൂട്ടി ഉണ്ടല്ലോ. ഉണ്ടാവും ഉണ്ടാവും. അത് നാരായണൻകുട്ടിക്ക് അറിയാലോ, അവനോട് ചോദിച്ചാ പോരായിരുന്നോ? അവൻ തന്നെയാ പറഞ്ഞത്. അത് ഏത് അപ്പൂട്ടിയനാവോ? ഞാൻ ഒരു കാര്യം ചെയ്യാം. എനിക്കറിയാവുന്ന അപ്പൂട്ടിമാരൊക്കെ ഇന്ന് തന്നെ സ്റ്റേഷനിലേക്കാണ് കൊടുത്തയക്കാം. ആട്ടെ, ഇതൊക്കെ പോട്ടെ. ആ വികലാംഗ കുട്ടിയെ ശിക്ഷിച്ചില്ലേ? കേസ് അന്വേഷണം നടക്കുന്നല്ലേ ഉള്ളൂ. ഇനിയിപ്പോ എന്താ അറിയണ്ടേ? ചോദിച്ചോളൂ, മടിക്കണ്ട. എന്നെ കൊണ്ടാവുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യും. വേറൊന്നുമല്ല, പോലീസുകാർ എനിക്ക് വലിയ ഇഷ്ടാ. ശരി, നമുക്ക് വീണ്ടും കാണാം. കരക്ക് ഇനി ഇരിക്കാം. അല്ലേ, കരക്ക്. ഒന്നുകിൽ ഇയാൾ വെറൊരു ശുദ്ധനാ, അല്ലെങ്കിൽ പോവാ. നാരായണൻകുട്ടി, പോലീസുകാർ വല്ലാണ്ട് ഉപദ്രവിച്ച നാരായണൻകുട്ടി. പിന്നെ അവര് ഉപദ്രവിക്കാണ്ടിരിക്കോ? ഇതെന്തൊരു കഷ്ടം എന്റെ കുമാര. ഈ കുട്ടിയെ ഓരെന്തിനെങ്കിലും ദ്രോഹിക്കണേ. കട്ടവനെ കണ്ടില്ലേ കണ്ടവനെ മെക്കെട്ട് കയറുക, അതന്നെ. എന്തായാലും ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട് നാരായണൻകുട്ടി. കുറ്റം ചെയ്തവരെ പിടിക്കുന്നത് വരെ കടകളൊന്നും തുറക്കണമെന്നാണ് നമ്മുടെ തീരുമാനം. പാർട്ടിയിൽ കടലാസ് കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നുമില്ല. നീ കുറ്റക്കാരനല്ലാന്ന് ഞങ്ങൾ കച്ചവടക്കാർക്ക്